പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ വിക്രമ ആലോചിക്കുന്നുണ്ട്, തന്റെ വേദ ഇവിടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഒരു കുഞ്ഞുണ്ടെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുകയാണ്. എന്നാൽ കുസൃതിയുള്ള കുട്ടിയായി വിട്ടിട്ട് ഭയങ്കരമായിട്ട് ഇണങ്ങുകയും അതുപോലെ തന്നെ പല കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നത് അത് ഗൗരിക്കുട്ടിയുടെ അമ്മ പറയുന്ന അതേ കഥയാ. അതേപോലുള്ള സാമ്യം വരുന്നതും അമ്മ പറഞ്ഞ അതേ കഥയും പറയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാവുകയും അതുകൊണ്ട് തന്നെ അമ്മ ഫോൺ വിളിക്കുന്ന ആ സമയത്ത് പറയുന്നുണ്ട് ഗൗരിക്കുട്ടി, അമ്മ പറഞ്ഞ അതേ ഒരു വിക്രമാദിത്യന്റെ കഥ ഇവിടെ എനിക്ക് ഈ ഷൺമുഖം പറഞ്ഞു തന്നു. പക്ഷെ ഞാൻ ഷൺമുഖം എന്ന് വിളിച്ചപ്പം പറഞ്ഞു ഇനി അങ്ങനെ വിളിക്കണ്ട, വിക്രമാദിത്യ മഹാരാജാവാണെന്നാ പറഞ്ഞത്, അതുകൊണ്ട് ഇനി ഷൺമുഖനല്ല രാജാവെന്ന് വിളിച്ചാൽ മതിയെന്നാ പറഞ്ഞിരിക്കുന്നേ എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് ചിരിക്കുന്നുണ്ട് വേദ. എന്തായാലും എനിക്ക് ആ വിക്രമാദിത്യനെ ഞാൻ വരുമ്പോ കാണാം, എന്നിട്ട് ഞാൻ ചോദിക്കാം ഈ കഥയൊക്കെ ആരാ പറഞ്ഞു തന്നേന്ന്. ആ സമയത്ത് ഗൗരിക്കുട്ടി പറയുന്നുണ്ട്, അത് അങ്കിളിനും ഒരു ഭാര്യയുണ്ട്, ആ ഭാര്യ പറഞ്ഞു കൊടുത്ത കഥയും അതുപോലെ തന്നെ അവരുടെ ജീവിതവും എന്നൊക്കെയാ പറയുന്നേ. എന്തായാലും അത് ആരായിരിക്കുമെന്ന് അറിയില്ല, എനിക്ക് ഒരു ദിവസം കാണണമെന്നുണ്ട് എന്നൊക്കെ ആ ഗൗരിക്കുട്ടി പറയുന്നുണ്ട് വേദയെടുത്ത്. എന്തായാലും നമുക്ക് വരുമ്പോഴത്തേക്കും കാണാലോ, വന്നിട്ട് ഞാൻ തന്നെ ചോദിക്കാം ആ ഷൺമുഖന്റെ അടുത്ത് പോരെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഫോൺ വെക്കുന്നുണ്ട്. ആ സമയത്ത് ഉടനെ തന്നെ വേദ ചിന്തിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതമായിട്ട് ഒരു ബന്ധമുള്ള കഥയാ ഇത്. അത് മാത്രമല്ല എൻ്റെ വിക്രം ഇപ്പോൾ എവിടെയായിരിക്കും, വിക്രമിനെ കാണുമെന്ന് തോന്നുക എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ മോളുമായിട്ടുള്ള പുതിയ ജീവിതത്തെക്കുറിച്ച് അത് ആലോചിക്കുമ്പോഴത്തേക്കും പക്ഷെ തരുണിനെ ഓർക്കുമ്പോഴത്തേക്കും ഒരു സങ്കടത്തിലാവുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും എൻ്റെ മോളെടുത്ത് കാണിക്കുന്ന അമിത സ്വാതന്ത്ര്യം എനിക്കത് ഇഷ്ടമല്ല തരുണിന്. ആ സമയത്ത് പറയുക മനസ്സുകൊണ്ട് തന്നെ, ഞാൻ തരുണിനടുത്ത് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ്റെ സമയമായിരിക്കുന്നുണ്ട്. എനിക്ക് പോലും അവളിൽ ഒരു സ്വാതന്ത്ര്യം പോലും എടുക്കാൻ കഴിയുന്നില്ല, എനിക്ക് ഒരിടത്ത് കൊണ്ടുപോകാൻ പോലും സാധിക്കുന്നില്ല. എന്താ അവസ്ഥ, അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ അത് മനസ്സിലാവുന്നില്ല. ഇപ്രാവശ്യം വീട്ടിൽ പോകുമ്പം അതിനെക്കുറിച്ച് സംസാരിക്കണം. ഇനി അത് മാറ്റിക്കൊണ്ട് പോയാൽ നമ്മുടെ ജീവിതം മാറുന്നത് എന്റെയും വിക്രമിന്റെയും. എവിടെയോ ഏതോ സ്ഥലത്തോ ഏത് നിമിഷവും കാണുന്ന തരത്തില് ആയി കഴിഞ്ഞിരിക്കുക. ഇനി അടുത്ത് വരുമ്പോഴത്തേക്കും കാണുമോ എന്ന് പോലും അറിയില്ല. എന്തായാലും ഒരു തീരുമാനം പെട്ടെന്ന് എടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതലും സമയം ചിലവഴിക്കുന്നത് മോളെടുത്തായിരുന്നു. ഇപ്പോൾ ദൂരെ ആയതുകൊണ്ട് തന്നെ ഒരു ഏകാന്തത അനുഭവപ്പെടുന്നു. ഇതുപോലെയല്ലേ വിക്രമം എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അവിടെ വീട്ടില് മുറ്റത്തിരുന്ന് മുകളിലോട്ട് ആകാശവും നോക്കി എൻ്റെ വേദയെ എന്ന് കാണും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. എന്നാൽ ആ ശ്രീകാന്തിനെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു നരകതുല്യമായിട്ടുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്നു പോകുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു മോചനം കിട്ടണമെങ്കിൽ എന്തായിരിക്കും എന്നൊക്കെ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ ജയിൽക്കാലം പോലെ തന്നെയാണ് മറയത്തുള്ള ഒരു ജീവിതവും. അതൊക്കെ എന്തൊരു കഷ്ടത നിറഞ്ഞതാ. ഒരിക്കൽ പോലും ഒന്നിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ രണ്ടുപേരും അകന്നിരിക്കുക. ഇനി ഞാൻ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിക്രമാദിത്യന്റെ കഥ മോക്ക് പറഞ്ഞു കൊടുത്ത സമയത്ത് എൻ്റെ ജീവിതമാ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുകയും ഉടനെ തന്നെ അച്ഛനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛന് ഉറങ്ങിയായിരുന്നോ, ഭക്ഷണം കഴിച്ചായിരുന്നോ എന്നൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. എന്നാൽ നീ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്കൊരു കുറവും ഇവിടെ വരത്തില്ലെന്ന് വിചാരിച്ച് അച്ഛനും മോളും എന്നെ പൊന്നുപോലെ നോക്കുന്നത്. നല്ല ഭക്ഷണം ഉണ്ടാക്കി തരികയും അതുപോലെ എന്നെ 100 പ്രാവശ്യം വന്ന് നോക്കുകയും ചെയ്യുന്നുണ്ട്. ആമി പറയുകയും ചെയ്തു, ഇനി ആ കുട്ടിയെ കിട്ടിയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് നിനക്ക് ആ കുട്ടി അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് നീ അവളുടെ അടുത്ത് പറഞ്ഞു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ശരി തന്നെയാ, എനിക്ക് തന്നെയാ ഇപ്പോൾ ഒരു നിമിഷം പോലും മാറി നിൽക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു അവളുടെ കുസൃതികളും എല്ലാം. പിന്നെ ഞാനിപ്പോൾ ഒരു കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ഉറക്കിയതേ ഉള്ളൂ. പക്ഷെ ഒറ്റയ്ക്കിരിക്കുമ്പോഴത്തേക്കും എനിക്ക് വേദയെക്കുറിച്ചുള്ള ചിന്തകളാ. എന്തായാലും അതിനൊക്കെ ഒരു ദിവസമുണ്ട് മോനെ, മോൻ വിഷമിക്കണ്ട. ഇപ്പോൾ നമുക്ക്
അതിൻ്റെതായ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ആൻഡ്രു സാറ്. അതെല്ലാം സമയമാകുമ്പം എല്ലാ രീതിയിലും നല്ലത് വരുത്താൻ വേണ്ടി നോക്കുള്ളൂ. നിന്നെ നല്ലതുപോലെ ജയിലിൽ വെച്ച് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്ന ആളെന്ന നിലയിൽ എനിക്കും ഒരു സന്തോഷമുണ്ട്. ഇനിയും അതുപോലെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിലെ നല്ലൊരു പങ്ക് ആ സാറിനുമുണ്ട്. അതിനെനിക്ക് ആ സാറിന് എത്ര കടപ്പെട്ടാലും മതി വരില്ല എന്നൊക്കെ ഓർമ്മിക്കുകയും ചെയ്യുന്നുണ്ട് അച്ഛൻ. എന്തായാലും കിടന്നുറങ്ങിക്കോ, ഞാൻ കിടന്നു എന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും രാവിലെ അവധിയാ. അതുകൊണ്ട് തരുണിന് ഒരു തിരക്ക് കാരണം ഇന്ന് വീട്ടിലേക്ക് വരില്ല എന്ന് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് മാത്രമല്ല, തരുണിന്റെ അമ്മ പറയുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവൻ എത്തുമായിരുന്നു. ഇപ്പോൾ ഷൺമുഖൻ ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു പേടിക്കാനൊന്നും ഇല്ലാന്ന അവന്റെ ഒരു വിചാരം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഗൗരിക്കുട്ടി പറയുക, കണ്ടോ ഇപ്പം ഷൺമുഖെന്നാ വിളിക്കുന്നത്. എന്തായാലും ഇനി അങ്ങനെയല്ല വിളിക്കേണ്ടത്, ഇനി വിളിക്കാൻ്റെ രാജാവെന്നാ കേട്ടോ മുത്തശ്ശി എന്നൊക്കെ പറയുന്നുണ്ട് ഗൗരിക്കുട്ടി. ഇത് കേട്ട ഉടനെ തന്നെ പറയുക, നമുക്ക് ഇന്ന് എവിടെയെങ്കിലും പോവാം, എപ്പോഴും വീട്ടിലാ, കടയിൽ കുറച്ച് സാധനം വാങ്ങണമായിരുന്നു, എങ്കില് ഞാൻ കൂടെ വരാം, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോവാം എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഞാനും കൂടെ വരുന്നു എന്ന് പറഞ്ഞ് ഗൗരിക്കുട്ടി ഭയങ്കര കരച്ചില. വേണ്ട വേണ്ട, മോൾ ഇവിടെ തന്നെ ഇരുന്നോ, മോള് ചന്തയിലൊന്നും വരണ്ട, ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറെ പച്ചക്കറികളും കുറെ സാധനങ്ങളും വാങ്ങണം, അതുകൊണ്ട് താമസിക്കും വരാൻ, ഇവിടെ എല്ലാരും ഉണ്ടല്ലോ, ഇവിടെ ഷീലയുണ്ട്, ഷീലയുടെ അടുത്ത് തന്നെ ഇരുന്നാ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, ഞാൻ വരുന്നുണ്ട്. അങ്ങനെ വിക്രമം പറയുന്നുണ്ട്, എന്തായാലും വരട്ടെ, ഞാൻ ഉണ്ടല്ലോ കൂടെ, ഞാൻ നോക്കിക്കോളാം. എന്തായാലും ഇത് തരുണും വേദയും അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. ഒരിടത്തും കൊണ്ടുപോകാറില്ല പുറത്തൊന്നും, അവര് മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ മോളെ പുറത്തോട്ട് കൊണ്ടുപോകുള്ളൂ. ഇനി വാശി പിടിക്കുന്നതല്ലേ, അവക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ കരയുന്നേ. ഇന്നലെ ഞാൻ സ്കൂളിൽ വെച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. ആ സമയത്ത് തരുണിന്റെ അമ്മ പറയുന്നുണ്ട്, വേണ്ടാത്ത ശീലങ്ങളൊന്നും ശീലിപ്പിക്കണ്ട, പിന്നെ അത് മതിയാ വാശി പിടിച്ച് നിൽക്കാൻ വേണ്ടി, അത്രയ്ക്ക് വാശിയുള്ള കുട്ടിയാ. ഇനി കുഴപ്പമില്ല, നമ്മൾ ഒരുമിച്ചല്ലേ പോകുന്നത്, ഞാൻ മോളെ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ വാക്കിൽ മേലെ പോകുന്നുണ്ട് തരുണിന്റെ അമ്മയും ഗൗരിക്കുട്ടിയും അതുപോലെ തന്നെ വിക്രമം. അങ്ങനെ സാധനം വാങ്ങാൻ നിൽക്കുന്ന സമയത്താണ് അവിടെ കാറിലേക്ക് വന്നിറങ്ങിയപ്പോഴത്തേക്കും ഇവരെ കുറെ നേരമായിട്ട് വാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു കാറില് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് അവരുടെ ആൾക്കാരാണ്, അന്ന് തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചവർ തന്നെയായിരിക്കും എന്നൊക്കെ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് തരുണിന്റെ അമ്മ. അങ്ങനെ അവിടെ പിടിച്ചു വലിച്ച് കാറിൽ കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ കണ്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് ഗൗരിക്കുട്ടി. അടുത്ത് ഗൗരിക്കുട്ടിയെ കയ്യിൽ പിടിക്കാൻ വന്നതും വിക്രം ചാടി അവർക്ക് അടിച്ചൊക്കെ നിർത്തുന്നുണ്ട്. പണ്ടത്തുള്ള ആ ഒരു അടിയും ഇതെല്ലാം കാണുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് ഞെട്ടി നിൽക്കുന്നുണ്ട്. ഇത് രാജാവ് തന്നെയാ എനിക്ക് എന്റെ മനസ്സിൽ പറയുന്നുണ്ട് എന്നൊക്കെ ഗൗരി പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയും ഗൗരിക്കുട്ടി മാറി നിൽക്കുന്നുണ്ട്. ഈ ആദ്യത്തെ ഈ വിക്രമിന്റെ അടി കണ്ടപ്പോ തന്നെ ഞെട്ടി നിൽക്കുക ഗൗരിമോള്. ഇത്ര പേര് വന്നപ്പോഴത്തേക്ക് അടിച്ചിട്ടു, അത്രയും ശക്തി ഉണ്ടല്ലോ. എന്തായാലും എന്റെ കഥയിലെ രാജാവ് ഒരു വലിയ രാജാവ് തന്നെയാ എന്നൊക്കെ പറയുന്നുണ്ട്. ശത്രുക്കളെയൊക്കെ മാറ്റി നിർത്തി അത് ഏതായിരുന്നാലും നല്ല വിജയം കൈവരിക്കുന്ന വിക്രമാദിത്യനെ പോലുള്ള ആള് തന്നെയാ പറഞ്ഞ കഥയിലെ. എന്തായാലും എനിക്ക് സന്തോഷമായി എന്നൊക്കെ മുത്തശ്ശിയുടെ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും പറഞ്ഞതല്ലേ മോളെടുത്ത് വരണ്ടാന്ന്, ഈ കാര്യം ഇനി തരുണൊക്കെ അറിഞ്ഞാൽ എന്തായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശി ഇതൊന്നും പറയണ്ട ഇപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറയാതിരുന്നാൽ ഇവിടെയും ആൾക്കാർ എത്തിയെന്നറിഞ്ഞാൽ ശത്രുക്കളാ മുന്നിൽ മൊത്തം നിൽക്കുന്നേ, അതുകൊണ്ടാ മോക്ക് ബോഡി ഗാർഡ് വരെ വെച്ചത്. ആ സമയത്ത് വിക്രമിന്റെ അതേ ചവിട്ടും അതുപോലെ അടിയും കണ്ടിട്ട് സന്തോഷത്തോടെ തുള്ളിച്ചാടി നിൽക്കുന്നുണ്ട് ഗൗരിക്കുട്ടി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവര് വീട്ടിലേക്ക് പോകുന്നുണ്ട്. തരുണിന്റെ അമ്മ പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ ഏത് നിമിഷവും എന്തും സംഭവിക്കുമെന്ന്, അതുകൊണ്ട് തന്നെയാ മോളെ ഒരിടത്തും കൊണ്ടുപോവാന്നില്ലാന്ന് ഞാൻ പറഞ്ഞത്. ഇതിനി തരുണിനടുത്ത് പറയാൻ നിൽക്കണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ നിമിഷം ഇവിടെ വന്ന് വേണമെങ്കിൽ മോനെ വരെ പറഞ്ഞു വിടാം, ആ ഒരു സ്വഭാവമാ. അതുകൊണ്ട് ഇതിപ്പോ പറയാൻ നിൽക്കണ്ട, മോളും പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ ഈ അങ്കിള് ഈ വീട്ടിൽ കാണില്ല, മനസ്സിലായല്ലോ എന്നൊക്കെ ഗൗരിയുടെ അടുത്ത് തരുണിന്റെ അമ്മ പറയുകയും ചെയ്യുന്നുണ്ട്.
അങ്ങനെ വിക്രമിന്റെ അടുത്ത് നിന്ന് ഗൗരി കൈയും പിടിച്ച് നടക്കുന്നുണ്ട് മുറ്റത്തുകൂടെ. എന്നിട്ട് പറയാ, എനിക്ക് ഇതിൽ പരം ഒരു സന്തോഷമില്ല. എന്താ മോളെ, ഞാൻ ആദ്യമായിട്ടാ ഒരാടിയൊക്കെ ടിവിയിലല്ലാതെ നേരിട്ട് കാണുന്നത്. അത് എന്റെ സ്വഭാവം പോലെ തന്നെയാ. ഞാൻ സ്കൂളിലും ഇതേപോലെയാ ചവിട്ടിയൊക്കെ ചെയ്തത്. ആ പെൻസിലെടുത്ത് ആ കൊച്ചിനെ, ഏത് പെൻസിലെടുത്ത്, എന്റെ കൂട്ടുകാരുടെ പെൻസിൽ അവൻ എടുത്തു, എന്നിട്ട് അവന്റെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ നല്ല ചവിട്ട് കൊടുത്തു. അതിന്റെ പേരില എനിക്ക് കംപ്ലൈന്റ് ഒക്കെ വന്നത്. പക്ഷെ അതേപോലെ തന്നെയാ എന്റെ രാജാവും. എനിക്കതുകൊണ്ട് ഇഷ്ടമായി. എനിക്കിനി ഈ രാജാവിനെ ഞാൻ ഒരിടത്തും വിടില്ല. എന്നെ കൂട്ടിനുള്ളത് നല്ലൊരാള് തന്നെയാ എനിക്ക് അച്ഛൻ തന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ കാര്യം മോള് അച്ഛൻ്റെ അടുത്ത് പറയുവോ? എന്തായാലും പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഇല്ല, ഞാൻ പറയില്ല. മുത്തശ്ശി പറഞ്ഞായിരുന്നു, പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ രാജാവിനെ ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന്. പക്ഷെ ഞാൻ അമ്മയുടെ അടുത്ത് പറയും. അമ്മ പിന്നെ വേറൊന്നും പറയൂല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഇതെല്ലാം തന്നെ തരുണിന്റെ അടുത്ത് പറയണ്ടെന്ന് പറഞ്ഞ് വേദയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് തരുണിന്റെ അമ്മ. എന്തായാലും അമ്മയുടെ അടുത്ത് പറഞ്ഞതല്ലേ പുറത്ത് മോളെയും കൊണ്ടൊന്നും പോകണ്ടെന്ന്. ഇത് തരുൺ അറിഞ്ഞുള്ള പ്രശ്നം അറിയല്ലോ എന്ന് വേദ പറയുന്നുണ്ട്. ഇനി മോള് പറയാനല്ലേ ഞാൻ പറഞ്ഞതായിട്ടും ഇതൊന്നും അവൻ ഒന്നും അറിയാൻ പാടില്ല. എങ്കിലേ ഇവിടെ നിന്ന് സ്ഥലം മാറ്റി വേറെ എവിടെയെങ്കിലും പോവും. പക്ഷെ വീട് മനസ്സിലായിട്ടില്ല. നമ്മളെ പുറത്ത് വെച്ചാ കണ്ടത്. വീടൂടെ കണ്ടുപിടിച്ചാൽ എങ്ങനെയായിരിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇനി പുറത്തു പോവാതെ സൂക്ഷിക്കണം എല്ലാവരും. മോളെയും പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയണം ആ വന്ന ആളെടുത്ത് എന്നൊക്കെ തരുണിന്റെ അമ്മയുടെ അടുത്ത് വേദ പറയുകയും ചെയ്യുന്നു.